ആദ്യം ഞാൻ പി ആർ സുനിലേക്ക് പോവുകയാണ്. സുനിൽ, ഇന്ന് കമ്മീഷണറെ പുറത്തു കളയണോ എന്ന ചോദ്യം ചോദിക്കുമ്പോൾ ഇപ്പോൾ ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ആലോചന പ്രതിപക്ഷം നടത്തുകയാണ്. അത് വിജയിക്കാനുള്ള സാധ്യത കുറവാണല്ലോ. അപ്പോൾ എന്ത് സന്ദേശമാണ് ഉദ്ദേശിക്കുന്നത്? ഭരണഘടനയുടെ 324 അനുച്ഛേദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ അധികാരങ്ങൾ നൽകുന്നത്. സമാനതകളില്ലാത്ത അധികാരം നൽകുകയാണ്. രാജ്യത്ത് തെരഞ്ഞെടുപ്പ് സംവിധാനം സുതാര്യമായി നടത്താനും തെരഞ്ഞെടുപ്പ് നീതിയുക്തവും നിഷ്പക്ഷവുമായി നടത്താനുള്ള അധികാരമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണഘടന നൽകുന്നത്. അപ്പോൾ അങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല എന്ന് ഒരു പൗരന് തോന്നുകയാണെങ്കിൽ, ഒരു സംശയം ഒരു വോട്ടർ വിളിച്ചു പറയുകയാണെങ്കിൽ അത് പരിശോധിച്ച് ആ സംശയം ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ഇവിടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വലിയൊരു സംശയം രേഖപ്പെടുത്തുകയാണ്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ അട്ടിമറി നടക്കുന്നു, വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടക്കുന്നു. മഹാദേവപുരയിൽ ഇപ്പോൾ സംശയിക്കാവുന്ന തരത്തിൽ ഒരുപാട് വോട്ടർമാരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ ചേർത്തതായുള്ള വിവരങ്ങൾ വരുന്നു. അത് തെളിവുകൾ സഹിതമാണ് രാഹുൽ ഗാന്ധി മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരിശോധന നടത്തിയതായി ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽ ഗാന്ധി ഒരു ആരോപണം ഉന്നയിച്ചു, ആ ആരോപണത്തിന് അതേ രീതിയിൽ മറുപടി നൽകാനാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും ശ്രമിച്ചത്. അപ്പോൾ നിയമപരമായും ഭരണഘടനാപരമായും ഉള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിറകോട്ട് പോയി എന്ന സംശയം ജനങ്ങൾക്ക് തോന്നാവുന്ന തരത്തിലാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മറുപടി ഉണ്ടായിട്ടുള്ളത്. നോക്കൂ, ഈ ബീഹാറിലെ SIR ആണല്ലോ ഏറ്റവും വലിയ വിവാദമായി വന്നത്. ബീഹാറിലെ ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കുന്നത് ജൂൺ 24-ാം തീയതിയാണ്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണം ആരംഭിക്കുന്നതിന് മുൻപ് 7,89,00,000 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഒരു വോട്ടർ പട്ടിക പരിഷ്കരണം പൂർത്തിയാകുമ്പോൾ 65 ലക്ഷം വോട്ടർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കി അതിൻ്റെ കരട് പ്രസിദ്ധീകരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ ബീഹാറിലെ 7.5 കോടി ആളുകളിലേക്ക് എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു, അവരത് ഫില്ല് ചെയ്ത് തിരിച്ചേൽപ്പിച്ചു എന്നാണ്. പക്ഷേ ഇന്ന് ബീഹാറിലെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരുന്ന റിപ്പോർട്ടുകൾ എന്താണെന്നറിയോ? അവരങ്ങനെ ഒരു ഫോമേ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു ഫോം അവർ ഫില്ല് ചെയ്തിട്ടില്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ പറയാണ്, ഏത് ഫോം എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എവിടെയാണ് ഈ ഫോം വിതരണം ചെയ്തത്? ഇപ്പോൾ പുതിയ പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ 7,24,00,000 വോട്ടർമാരുണ്ട്. ആ വോട്ടർമാർ എവിടെ നിന്ന് എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്തെന്നാണ് ഇപ്പോൾ ഒരുപാട് പേർ ചോദിക്കുന്നത്. 22 ലക്ഷം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചു എന്ന് കണക്കാക്കി പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിവാക്കിയത്. ഈ മരിച്ചു എന്ന് പറയുന്ന ആളുകൾ ഡൽഹിയിലെത്തി രാഹുൽ ഗാന്ധിയുടെ കൂടെ കാപ്പി കുടിച്ചില്ലേ? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചകൾ കാണുമ്പോൾ, മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വരുമ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോന്നുകയും ഇതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് പരിശോധിച്ച് ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്വമില്ലേ? ഞാനൊരു കാര്യം പറയാം. ബീഹാറിലെ പിപ്ര മണ്ഡലം, ഈ പിപ്ര മണ്ഡലത്തിൽ 319-ാം നമ്പർ ബൂത്ത്, അതായത് ഗലിപ്പൂർ വില്ലേജിലെ 319-ാം നമ്പർ ബൂത്തിൽ ശിവനാഥ് ദാസ് എന്ന് പറയുന്ന ഒരാളുടെ വീടുണ്ട്. ആ വീട്ടിൽ 509 വോട്ട് ചേർത്തിട്ടുണ്ട്. എത്ര വോട്ട്? 509 വോട്ടാണ് ചേർത്തിരിക്കുന്നത്. ആ വീട്ടിൽ ആരൊക്കെ താമസിക്കുന്നറിയാവോ? മാഞ്ചി സമുദായക്കാർ, മുസാഹർ ജാതിക്കാർ, ബ്രാഹ്മണുണ്ട്, ബനിയ ഉണ്ട്. അതായത് പട്ടികജാതിക്കാരുണ്ട്, OBC-ക്കാരുണ്ട്, ബ്രാഹ്മണരുണ്ട്. എന്തൊരു സമത്വ സുന്ദരമായ നാടാണ് നോക്കൂ, എന്തൊരു ജനാധിപത്യ സംവിധാനമാണ്. 2 മുറി വീട്ടിൽ 509 ആളുകളുണ്ട്. അവരിൽ ബ്രാഹ്മണരുണ്ട്, അതുപോലെ തന്നെ പട്ടികജാതിക്കാരുണ്ട്, OBC-ക്കാരുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ റിവൈസ്ഡ് വോട്ടർ പട്ടികയിലെ കണക്കാണ് കേട്ടോ, വോട്ടർമാരുടെ ലിസ്റ്റിലാണ് ഇതുള്ളത്. അതായത് ശിവനാഥ് പ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ വീട്ടിൽ ഗലിപ്പൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലെ 319-ാം നമ്പർ ബൂത്തിൽ 509 വോട്ട് ചേർത്തിരിക്കുന്ന വോട്ടർ പട്ടികയിൽ, ആ വോട്ടർ പട്ടികയിലാണ് ഇത്രയും ഈ വ്യത്യസ്ത ജാതിക്കാരൊക്കെ തന്നെ ഒരുമിച്ച് താമസിക്കുന്നു എന്ന് പറയുന്നത് ബീഹാറിലെ. ഇനി അതേ ഗ്രാമത്തിൽ തന്നെ 320-ാമത്തെ ബൂത്ത്, ആ ബൂത്തിൽ അജയ് കുമാർ ജാ എന്ന് പറയുന്ന ആളുടെ വീട് 459 വോട്ട് ചേർത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ. അപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ ഉള്ള ഒരുപാട് അലിഗേഷൻസ് വരുമ്പോൾ, ഇതുപോലുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൻ്റെ ഒരു വസ്തുത പരിശോധിക്കാനുള്ള ഒരു ബാധ്യതയില്ലേ, ഒരു ഉത്തരവാദിത്വമില്ലേ, ഭരണഘടനാപരമായ ഉത്തരവാദിത്വമില്ലേ? തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ആകെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുന്ന ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളല്ലേ പുറത്തു വരുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം കൂടി പറഞ്ഞു, രാജ്യത്ത് കോടിക്കണക്കിന് ആളുകൾ വീടില്ലാത്തവരായിട്ടുണ്ട്.
അവർ അങ്ങനെ വീടില്ലാത്ത ആളുകളെയാണ് 000 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലാകെ 17 ലക്ഷം പേരാണ് സ്വന്തമായി വീടില്ലാത്തവർ. ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ 17 ലക്ഷം പേരെ ഉള്ളൂ എന്നാണ് 2011 സെൻസസ് പറയുന്നത്. ചില സ്വകാര്യ ഏജൻസികളൊക്കെ നടത്തിയ ഒരു സർവേയിൽ പറയുന്നുണ്ട് ഒരു പക്ഷേ 30 ലക്ഷം പേർ വരെ വീടില്ലാത്തവരായി രാജ്യത്തുണ്ട് എന്നാണ് ഈ സർവേയിലൊക്കെ തന്നെ പറയുന്നത്. പക്ഷേ 2011 സർവേ പ്രകാരം അത് 17 ലക്ഷമേ ഉള്ളൂ. അത് ഗവൺമെൻറ് ഡാറ്റയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ എന്താ പറഞ്ഞ്, ഇന്ത്യയിൽ കോടിക്കണക്കിന് പാവപ്പെട്ടവരുണ്ട്, സ്വന്തമായി വീടില്ലാത്തവർ, അവർക്കൊക്കെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക എന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്, ഞാൻ നിറവേറ്റും, അവർക്ക് വേണ്ടി ശില പോലെ നിലകൊള്ളുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത്. ഈ കോടിക്കണക്കിന് ആളുകൾ എവിടുന്ന് കിട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് എന്ന് സ്വാഭാവികമായി ഒരാൾ സംശയിച്ചാൽ അതിന് മറുപടി പറയേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ലേ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ രീതിയിൽ അധപ്പതിക്കുന്നത് തീർച്ചയായും ജനാധിപത്യ സംവിധാനത്തിൻ്റെ ശവപ്പറമ്പ് തുറക്കലായിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് ഗുരുതരമായ സാഹചര്യമാണ്, അതിസങ്കീർണമായ സാഹചര്യമാണ്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷം ഇപ്പോൾ പറയുന്നത് ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് കൊണ്ടുവരാൻ പോകുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെൻറ്റ് നീക്കം പ്രതിപക്ഷം നടത്താൻ പോകുന്നു പാർലമെൻറ്റിൽ. ഇപ്പോൾ ഇംപീച്ച്മെൻറ്റ് നീക്കം പരാജയപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ തന്നെ, കാരണം 543 അംഗ ലോക്സഭയിൽ 3-2 ഭൂരിപക്ഷമൊന്നും പ്രതിപക്ഷത്തിന് കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് ഇംപീച്ച്മെൻറ്റ് നീക്കം പരാജയപ്പെടും. പക്ഷേ ചരിത്രത്തിൽ ഇത് രേഖപ്പെടുത്തും. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉയർന്ന സംശയങ്ങളുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷം പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റ് നീക്കം നടത്തിയെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ തന്നെയാണ് പ്രതിപക്ഷം ഈ നീക്കം നടത്തുന്നത്. ഇത് തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. പക്ഷേ ഈ നീക്കങ്ങൾക്ക് മറുപടി നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ബാധ്യതയുണ്ട്. അത് രാഷ്ട്രീയ മറുപടിയല്ല നൽകേണ്ടത്, ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകണം. ഒരുപാട് സംശയങ്ങൾ ഇങ്ങനെ ഉയർത്തുമ്പോൾ ആ സംശയങ്ങൾ ഇങ്ങനെയല്ല, ഇത് ഞങ്ങൾ അവിടെ പോയി ഇത് പരിശോധിച്ചു, മഹാദേവപുരിയിൽ ഞങ്ങൾ പോയി പരിശോധിച്ചു, ഇത് പറയുന്നത് ശരിയല്ല, ഇതൊരു അബദ്ധമാണ്, ഇങ്ങനെ വോട്ട് ചെയ്തിട്ടില്ല, ഇനി പിപ്രയിൽ പോയി പരിശോധിച്ചു, ഇതിങ്ങനെ പറയുന്നത് ശരിയല്ല, ഇത് ഞങ്ങൾ നേരിട്ട് പോയി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞില്ലല്ലോ, ആരെങ്കിലും അവിടെ വിട്ടുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം പറഞ്ഞിട്ടില്ല. അത്തരത്തിൽ വലിയ സംശയങ്ങൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടും തെരഞ്ഞെടുപ്പ് രംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും പ്രതിപക്ഷം നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു നീക്കം തന്നെയായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനാധിപത്യ സംവിധാനത്തിൽ ശരിയാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ടാകും. അത് തള്ളിക്കളയാനാകാത്ത സംശയം തന്നെയായിരിക്കും. അതുകൊണ്ട് ഇതുപോലെയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടരാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം TN ശേഷനെ പോലെയുള്ള ആളുകൾ പ്രവർത്തിച്ച, അല്ലെങ്കിൽ TN ശേഷനെ പോലുള്ള ആളുകൾ ഇരുന്ന കസേരയിലാണ് ജ്ഞാനേഷ് കുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാർ ഇരിക്കുന്നത്. ആ ബോധം ജ്ഞാനേഷ് കുമാറിന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. Meet the editors.